ഡെൻഫോസിൻ്റെ ഈ പ്രഷർ സ്വിച്ച് കാണാത്തതായിട്ടുള്ള ടെക്നീഷ്യന്മാരൊക്കെ വളരെ കുറവായിരിക്കും. നോർമലി ചെറിയ കമ്പനികൾ മുതൽ വലിയ വലിയ ബ്രാൻഡുകൾ വരെ ഉപയോഗിക്കുന്നത് ഇതേ മോഡൽ തന്നെയാണ്. ഞാനിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യം, ഇതൊരു സൈറ്റിൽ നിന്ന് കംപ്ലൈൻ്റ് ആയിട്ട് വന്നൊരു സ്വിച്ചാണ്. ഒരു ആവറേജ് 6-7 മാസം മാത്രം ഓടിയ ഒരു സൈറ്റിൽ നിന്ന് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. നിങ്ങളിപ്പോൾ അത് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ ഈ ടെർമിനലുകളെല്ലാം ആർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ടെർമിനലെല്ലാം ആർക്ക് ചെയ്ത് അത് മൊത്തം കരിഞ്ഞു പോയിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് കിടന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ചെറിയ പമ്പുകൾ നമ്മൾ കോമൺ ലൈനിലേക്ക് വെക്കാൻ നേരത്തുള്ള മെയിൻ ഒരു പ്രശ്നം കൂടിയാണിത്. അതായത് ഇപ്പോൾ ചെറിയ 2 ലിറ്റർ ടാങ്ക് വരുന്നത് നമ്മൾ മെയിൻ ലൈനിൽ വെക്കാൻ നേരത്ത് ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിൽ പോലും അത് ഫ്രീക്വൻ്റ് ആയിട്ട് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും. മറിച്ച് 1-2 ബാത്റൂമിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ കാണിക്കാറില്ല. അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ ടാങ്ക് അപ്സൈസ് ചെയ്ത് വലുതാകണം. പിന്നെ ഒരു പ്രശ്നമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു നോർമൽ ഹോൾ സൈസാണ് ഈ കാണുന്നത്. ഈ പുതിയ സ്വിച്ചിൻ്റെ ഹോൾ സൈസും പഴയതിൻ്റെ നോക്കുക. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോഗ് ആയിട്ടുണ്ട്. അതായത് ഇതൊരു അയൺ പോലെ വളരെ കട്ടിയുള്ളൊരു ഇതാണ്. നമ്മളിത് കുത്തിക്കളഞ്ഞാൽ പോലും പോകാത്ത രീതിയിൽ അതിൻ്റെ ഹോളൊക്കെ ചെറുതായിട്ടുണ്ട്. ഇപ്പോൾ ചില സൈറ്റുകളിൽ ഇതേപോലെ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള വെള്ളത്തിൽ ഇതേപോലെ സ്വിച്ചുകളുടെ ഹോൾ അടഞ്ഞു പോയിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഇത് ചിലപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും, ചിലപ്പോൾ സ്വിച്ച് റിലീസ് ആവാതിരിക്കും, ചിലപ്പോൾ ഓൺ ആവാതിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിനേക്കാൾ കൂടുതൽ നമ്മുടെ സൈറ്റിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെലക്ഷൻ്റെ പ്രശ്നങ്ങളാണ് ഈ സ്വിച്ചൊക്കെ ഫെയിലിയർ ആവാനുള്ള ഒരു വലിയൊരു കാരണം എന്ന് പറയുന്നത്.